Hi everyone, myself Archa from Trinity College of Engineering. ഈ ഒരു വീഡിയോയിൽ സിവിൽ എഞ്ചിനീയറിംഗിലെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന ഒരു പുതിയ കോഴ്സാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഗേറ്റ് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടാതെ SSC, AE എക്സാംസിനും യൂസ്ഫുള്ളാണ്. ഈ ഒരു വീഡിയോയിൽ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിലെ തിയറി പോർഷൻസ് ആണ് കവർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക്, ഇൻട്രൊഡക്ഷൻ ടു ഇറിഗേഷൻ. Irrigation is the process of artificially supplying water to soil for growing crops. സോയിലിൽ ആർട്ടിഫിഷ്യലി വാട്ടർ സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഇറിഗേഷൻ. നെസസിറ്റി, ലെസ് റെയിൻഫോൾ, മഴ കുറവാകുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ സപ്ലൈ കൊടുക്കും. നോൺ യൂണിഫോം റെയിൻഫോൾ, പർട്ടിക്കുലർ ഏരിയയിൽ റെയിൻഫോൾ യൂണിഫോം ആയിരിക്കില്ല, സോ ഇറിഗേഷൻ ഈസ് റിക്വയർഡ്. ഗ്രോത്ത് ഓഫ് ക്യാഷ് ക്രോപ്സ്, ക്യാഷ് ക്രോപ്സിന് ധാരാളം വാട്ടർ ആവശ്യമാണ്, സോ ഇറിഗേഷൻ ഈസ് നീഡഡ്. കൺട്രോൾഡ് വാട്ടർ സപ്ലൈ, കൺട്രോൾഡ് വാട്ടർ സപ്ലൈ കൊടുക്കുമ്പം ക്രോപ്സിൻ്റെ ഈൽഡ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ ദീസ് ആർ ദ നെസസിറ്റി ഓഫ് ഇറിഗേഷൻ. അഡ്വാൻറ്റേജസ്, ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ കൊടുക്കുമ്പം പ്ലാന്റ്സിൻ്റെ ഈൽഡ് ഇംപ്രൂവ് ആകും, സോ ഫുഡ് പ്രൊഡക്ഷൻ ഇംപ്രൂവ്സ്. പ്രൊട്ടക്ഷൻ ഫ്രം ഫെമൈൻ, വരൾച്ച സമയത്ത് ഇറിഗേഷൻ യൂസ് ചെയ്ത് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പ്രോസ്പെരിറ്റി ഓഫ് പീപ്പിൾ, ഇറിഗേഷൻ ഫെസിലിറ്റി ലാൻഡിൻ്റെ വാല്യൂ ഇംപ്രൂവ് ആക്കും, ഓൾസോ ക്രോപ്പിൻ്റെ ഈൽഡ് ഇംപ്രൂവ് ആകും, സോ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ഫാമേഴ്സ് ഓൾസോ ഇംപ്രൂവ്. ഇൽ എഫക്ട്സ്, വാട്ടർ ലോജിങ്, കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകും. ബ്രീഡിംഗ് ഓഫ് മൊസ്കിറ്റോസ്, ഈ വെള്ളക്കെട്ടിൽ മൊസ്കിറ്റോസ് പോലുള്ള ഇൻസെക്ട്സ് ബ്രീഡ് ചെയ്ത് ഡിസീസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഡാംപ് ക്ലൈമറ്റ്, ഓൾറെഡി ഡാമ്പായിട്ടുള്ള ക്ലൈമറ്റിൽ ഇറിഗേഷൻ കൂടെ കൊടുക്കുമ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് അറ്റ്മോസ്ഫിയറിൽ കൂടും, സോ അത് ക്രോപ്സിനെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ ബേസ്ഡ് ഓൺ ഫ്രം വെയർ ആൻഡ് ഹൗ. From where includes the source of water. From how includes the applied methods. Irrigation is classified two main types, flow irrigation and lift irrigation. Flow irrigation is further classified into perennial irrigation and inundation irrigation. Also, flow irrigation is further classified into three based on the methods applying direct, storage, combined. First one, flow irrigation. The water source is at higher level than the irrigation field such that it can flow by gravity. Flow irrigationൽ ഇറിഗേഷൻ ഫീൽഡ് താഴെയും വാട്ടർ സോഴ്സ് ഹയർ ലെവലും ആയിരിക്കും. സോ ഗ്രാവിറ്റിയുടെ ഫ്ലോ ഇൻഫ്ലുവൻസ് അനുസരിച്ച് വാട്ടർ ഫ്ലോ ചെയ്യുന്നതാണ് ഫ്ലോ ഇറിഗേഷൻ. സെക്കൻഡ്, ലിഫ്റ്റ് ഇറിഗേഷൻ. ദ വാട്ടർ സോഴ്സ് ഈസ് അറ്റ് ലോവർ ലെവൽ ദാൻ ദ ഇറിഗേഷൻ ഫീൽഡ് സച്ച് ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി ലിഫ്റ്റഡ് ബൈ മെക്കാനിക്കൽ ഫോഴ്സ്. അതായത് ഇറിഗേഷൻ ഫീൽഡിനേക്കാളും വാട്ടർ സോഴ്സ് താഴെയായിരിക്കും. എക്സാമ്പിൾ കിണർ. സോ മെക്കാനിക്കൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് വാട്ടർ സപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വെൽ ഇറിഗേഷൻ. Perennial irrigation means continuous supply. The water is supplied throughout the year using a canal system. Canal system യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ക്രോപ്സിന് വാട്ടർ സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ് perennial irrigation. Inundation irrigation means flooding, also known as flood irrigation. Source, flood water. The land is flooded with water and the soil is saturated before sowing. സോയിങ്ങിന് മുന്നേ ഫീൽഡിൽ വെള്ളം കെട്ടി നിർത്തുന്ന പ്രോസസ്സാണ് ഇനണ്ടേഷൻ ഇറിഗേഷൻ. ബാന്ദ്ര ഇറിഗേഷൻ, ലോ ഹൈ സോളിഡ് ഡൈവേർഷൻ വിയർ എ ലോ ഹൈറ്റ് സ്ട്രക്ചർ വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് എ റിവർ ആൻഡ് ഈസ് എ സ്മോൾ ഡാം. അതായത് റിവറിന് അക്രോസ് ആയിട്ട് സ്മോൾ ഹൈറ്റിലുള്ള വിയർ കൺസ്ട്രക്റ്റ് ചെയ്ത് വാട്ടർ കനാൽസിലോട്ട് ഡൈവേർട്ട് ചെയ്ത പ്രോസസ്സാണ് ബാന്ദ്ര ഇറിഗേഷൻ. ഇറ്റ് ഈസ്
Practiced in Maharashtra, also tall irrigation, minor irrigation scheme. ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇത് തോൾ ഇറിഗേഷൻ എന്നും അറിയപ്പെടുന്നു. ഇതൊരു മൈനർ ഇറിഗേഷൻ സ്കീമാണ്. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ദ അപ്ലൈഡ് മെത്തേഡ്, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ direct irrigation. It is also known as diversion scheme. A weir or barrage is constructed. അതായത് റിവറിന് അക്രോസ് ആയിട്ട് ഒരു വിയർ അല്ലെങ്കിൽ ബാരേജ് കൺസ്ട്രക്ട് ചെയ്തിട്ട് വാട്ടറിനെ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് ഡയറക്റ്റ് ഇറിഗേഷൻ. ഇവിടെ വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്നില്ല. ബാരേജ്, സെയിം ഫങ്ഷൻ ആസ് വിയർ, കൺട്രോൾഡ് ബൈ ഗേറ്റ്സ്, അഡോപ്റ്റിംഗ് പെരനിയൽ റിവേഴ്സ്, നോ സ്റ്റോറേജ് ഈസ് റിക്വയർഡ്. ബാരേജ് എന്ന് പറയുന്നത് വിയറിൻ്റെ സെയിം ഫങ്ഷനാണ്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇത് ഡയറക്റ്റ് വാട്ടറിനെ ഡൈവേർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ സ്റ്റോർ ചെയ്യില്ല. സ്റ്റോറേജ് ഇറിഗേഷൻ, ഡാം ഈസ് യൂസ്ഡ്, കനാൽ ഈസ് ഡൈവേർട്ടഡ് ഫ്രം ഡാം, നോൺ പെരനിയൽ റിവേഴ്സ്, ഓൾസോ ടാങ്ക് ഇറിഗേഷൻ. സ്റ്റോറേജ് ഇറിഗേഷനിൽ റിവറിൽ ഡാം കൺസ്ട്രക്ട് ചെയ്ത് വാട്ടർ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റോറേജ് ഇറിഗേഷൻ. ഈ ഡാമിൽ നിന്നും വാട്ടറിനെ ഡൈവേർട്ട് ചെയ്ത് കനാൽസിലോട്ട് കൊടുക്കുന്നു. ഇതിനെ ടാങ്ക് ഇറിഗേഷൻ എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ്, കമ്പൈൻഡ് ഇറിഗേഷൻ, സ്റ്റോറേജ് പ്ലസ് ഡൈവേർഷൻ. ഇനിഷ്യലി ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് ഫോർ പവർ ജനറേഷൻ. ഡിസ്ചാർജ് ഫ്രം power house is diverted to downstream side of dam. Weir is constructed in the downstream. Canal is diverted from downstream. ഈ കമ്പൈൻഡ് ഇറിഗേഷനിൽ ആദ്യം വാട്ടർ ഡാമിൽ സ്റ്റോർ ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വാട്ടർ പവർ ജനറേഷൻ. അവിടെ നിന്നും വരുന്ന ഡിസ്ചാർജ് ഡാമിൻ്റെ ഡൗൺ സ്ട്രീമിലാണ് പോകുന്നത്. ഈ ഡൗൺ സ്ട്രീമിൽ വിയർ കൺസ്ട്രക്ട് ചെയ്യും. സോ ഇത് വാട്ടറിനെ ഡൈവേർട്ട് ചെയ്ത് കനാൽസിലോട്ട് കൊടുക്കും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ. മെയിൻലി 3 methods: surface irrigation, subsurface irrigation, sprinkler irrigation. First method, surface irrigation. Water is applied to the surface of soil. സോയിലിൻ്റെ സർഫസിൽ വാട്ടർ അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണിത്. ഡിവൈഡഡ് ഇൻ ടു 3: ഫറോ മെത്തേഡ്, കോണ്ടൂർ ഫാമിംഗ്, ഫ്ലഡിംഗ് മെത്തേഡ്. ഈ മെത്തേഡ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡ്, ഫറോ മെത്തേഡ്. നാരോ ഡിച്ച് ബിറ്റ്വീൻ റോസ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ റോസിനിടയിൽ നാരോ ചാനൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. ലെങ്ത് 100 to 200 meter. ഈ നാരോ ചാനൽസിൻ്റെ ലെങ്ത് 100 to 200 meter വരെ കൊടുക്കാം. സ്ലോപ്പ് നോട്ട് മോർ ദാൻ 0.5%. ഫ്ലാറ്റ് ഓർ ജെൻറ്റിൽ സ്ലോപ്പ്. ഈ നാരോ ചാനൽസിൻ്റെ സ്ലോപ്പ് 0.5%-ൽ കൂടുതലാകാൻ പാടില്ല. ഫ്ലാറ്റ് ഓർ ജെൻറ്റിൽ സ്ലോപ്സ് പ്രൊവൈഡ് ചെയ്യാം. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ റോ ക്രോപ്സ് സച്ച് എസ് tobacco, potato, wheat, maize, sugarcane, etc. Next method, contour farming, provided at hilly regions with steep slopes. Hilly regionsൽ steeper slopesൽ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡാണിത്. ഓൾസോ നോൺ as ടെറസ് ഫാമിംഗ്, സ്ട്രിപ്സ് ഓഫ് ലാൻഡ് ടെറസ്. ഈ മെത്തേഡിനെ ടെറസ് ഫാമിംഗ് എന്നും പറയും. സ്ട്രിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ടെറസ് ഫാമിംഗ് എന്നറിയുന്നത്. നെക്സ്റ്റ് മെത്തേഡ്, ഫ്ലഡിംഗ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2: വൈൽഡ് ഫ്ലഡിംഗ് ആൻഡ് കൺട്രോൾഡ് ഫ്ലഡിംഗ്. വൈൽഡ് ഫ്ലഡിംഗ്, വാട്ടർ ഒരു ഏരിയയിൽ ഒരു കൺട്രോളും ഇല്ലാതെ സ്പ്രെഡ് ചെയ്യുന്ന പ്രോസസ്സ് ആണിത്. നോ കൺട്രോൾ ഓഫ് വാട്ടർ, മോർ വേസ്റ്റേജ്. ഒരു കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് വാട്ടർ വേസ്റ്റായി പോകും. ഇറ്റ് കംസ് ഇൻ ഇനണ്ടേഷൻ സിസ്റ്റം, ലെവൽഡ് ഗ്രൗണ്ട്. ലെവൽഡ് ഗ്രൗണ്ട്സിലാണ് വൈൽഡ് ഫ്ലഡിംഗ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, കൺട്രോൾഡ് ഫ്ലഡിംഗ്. വാട്ടർ ഈസ് സ്പ്രെഡ് ഇൻ ആൻ ഏരിയ വിത്ത് പ്രോപ്പർ കൺട്രോൾ മെത്തേഡ്സ്. പ്രോപ്പർ കൺട്രോൾ മെത്തേഡ്സ് യൂസ് ചെയ്ത് ഫ്ലഡിംഗ് ചെയ്യുന്ന മെത്തേഡാണ് കൺട്രോൾഡ് ഫ്ലഡിംഗ്. ദർ ഈസ് നോ വേസ്റ്റേജ് ഓഫ് വാട്ടർ. ദ സോഴ്സ് ഓഫ് വാട്ടർ ഈസ് കനാൽ. ഇറ്റ് ഈസ് ഇൻ പെരനിയൽ സിസ്റ്റം. Okay, the proper methods are divided into 6. They are free flooding, contour lateral, border strip method, check flooding, basin flooding, zigzag method. First method, free flooding. Field channels or laterals are used. ഈ മെത്തേഡിൽ നമ്പേഴ്സ് ഓഫ് ചാനൽസ് യൂസ് ചെയ്യുന്നു. വാട്ടർ മെയിൻ സപ്ലൈ വഴി കൊടുക്കും. ഈ വാട്ടർ ചാനൽസ് വഴി ക്രോപ്സിന് കിട്ടും. യൂസ്ഡ് ഇൻ റോളിംഗ് ലാൻഡ്, ഓൾസോ കോൾഡ് ഫ്ലഡിംഗ് ബൈ ഫീൽഡ് ചാനൽ. ഈ മെത്തേഡിനെ ഫ്ലഡിംഗ് ബൈ ഫീൽഡ് ചാനൽ എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ്, കോണ്ടൂർ ലാറ്ററൽ.
ഫീൽഡ് ചാനൽസ് ആർ അറേഞ്ച്ഡ് ഇൻ കോണ്ടൂർ ലാറ്ററൽസ് സ്ലോപ്പിംഗ് ഏരിയാസ്. അതായത് സ്ലോപ്പിംഗ് ഏരിയാസിൽ ചാനൽസ് പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡാണ് കോണ്ടൂർ ലാറ്ററൽസ്. നെക്സ്റ്റ്, ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ്സ്. ലാൻഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്ട്രിപ്സ് യൂസിങ് ലെവീസ് ഓർ ബോർഡേഴ്സ്. ലാൻഡിനെ സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബോർഡേഴ്സ് യൂസ് ചെയ്തിട്ട്. ലെങ്ത് ഓഫ് വൺ സ്ട്രിപ്പ് ഈക്വൽസ് ടു 100 to 400 മീറ്റർ. വിഡ്ത്ത് ഓഫ് വൺ സ്ട്രിപ്പ് ഈക്വൽസ് ടു 10 to 20 മീറ്റർ. അപ്പം ഇതിൻ്റെ ലെങ്ത് 100 to 400 മീറ്ററും വിഡ്ത്ത് 10 to 20 മീറ്ററും ആണ്. മാക്സിമം ഏരിയ ദാറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് ബൈ സപ്ലൈ ഡിച്ച് A max equals to Q by F, where Q is the discharge through ditch, F is the infiltration capacity. Next method, check flooding. Most commonly used in India. Area of one plot 400 to 500 meter square. This method is similar to flooding. Most commonly used method ആണ് ഇന്ത്യയിൽ. ഏരിയയെ പ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വാട്ടർ കെട്ടി നിർത്തും. സച്ച് ആസ് പാഡി, സിറിയൽസ്. യൂസ്ഡ് ഇൻ സോയിൽസ് വിത്ത് മോഡറേറ്റ് ഇൻഫിൽട്രേഷൻ റേറ്റ്. മോഡറേറ്റ് ഇൻഫിൽട്രേഷൻ റേറ്റ് ഉള്ള സോയിൽസിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബേസിൻ ഫ്ലഡിംഗ്. അഡോപ്റ്റഡ് ഇൻ ഓർച്ചാർഡ്സ് ഇൻ ഫ്രൂട്ട് ഗാർഡൻസ്. ഫ്രൂട്ട് ഗാർഡൻസിൽ പ്ലാന്റ്സിൽ ബേസിൻ പ്രൊവൈഡ് ചെയ്യും. ഈ ബേസിനിലാണ് വാട്ടർ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ്, സിക്സാക് മെത്തേഡ്. ലാൻഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്ക്വയർ ഓർ റെക്ടാങ്കുലർ പ്ലോട്ട്. ലാൻഡിനെ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ പ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സെപ്പറേറ്റഡ് ബൈ ലെവീസ്. വാട്ടർ ഇൻ സിക്സാക് മാനർ. വാട്ടർ സിക്സാക് മാനറിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അഡോപ്റ്റഡ് ഇൻ ഫ്ലാറ്റ് ഗ്രൗണ്ട്സ്. ഫ്ലാറ്റ് ഗ്രൗണ്ട്സിൽ വാട്ടർ സിക്സാക് മാനറിൽ സപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് സിക്സാക് മെത്തേഡ്. നെക്സ്റ്റ്, സബ്സർഫസ് ഇറിഗേഷൻ. നമ്മൾ സർഫസ് ഇറിഗേഷനാണ് ഇത്രയും നേരവും പറഞ്ഞത്. നെക്സ്റ്റ്, സബ്സർഫസ് ഇറിഗേഷൻ. വാട്ടർ ഈസ് അപ്ലൈ ടു ദ റൂട്ട് സോൺ. പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ വാട്ടർ അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണിത്. അണ്ടർഗ്രൗണ്ട് പൈപ്പ്സ് ആർ യൂസ്ഡ്. അണ്ടർഗ്രൗണ്ട് പൈപ്പ്സ് വഴിയാണ് റൂട്ട്സിൽ വാട്ടർ അപ്ലൈ ചെയ്യുന്നത്. മോഡറേറ്റ് സ്ലോപ്പ് ഏരിയാസിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡ്രിപ്പ് ഇറിഗേഷൻ. ബേസ് ഓഫ് ദ പ്ലാന്റ്സിലാണ് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. വാട്ടർ ഡ്രോപ്സ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഓൾസോ ട്രിക്കിൾ ഇറിഗേഷൻ. ഈ മെത്തേഡ് ട്രിക്കിൾ ഇറിഗേഷൻ എന്നും അറിയപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഫോംസ് ഓഫ് സ്പ്രേ. വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അഡോപ്റ്റഡ് ഇൻ ഇറഗുലാർ ടോപ്പോഗ്രഫി ലാൻഡ്. ഇറഗുലാർ ആയിട്ടുള്ള എക്സസീവ് സ്ലോപ്പ് ലാൻഡ്സിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്.